ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കഴിഞ്ഞ വീഡിയോയില് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? നമ്മൾ ഹാവ് അതുപോലെ തന്നെ ഹാസിന്റെയും കുറച്ച് കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? അത് എങ്ങനെയാണ് അതിന്റെ പ്രയോഗം, അതിന് പലതരത്തിലുള്ള പ്രയോഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളൊന്ന് സംശയങ്ങൾ മാറ്റിയിട്ട് വേണം നിങ്ങൾ ഓരോ വീഡിയോയും കാണാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന്റെ എൻഡ് ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ വെറുതെ ഗ്രാമർ പഠിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് അറിഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ഉണ്ടാവില്ല, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ എന്തെങ്കിലുമൊക്കെ കേൾക്കണം അതിനോടൊപ്പം, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുകയും വേണം. ഇത് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ സക്സസ് ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതും നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നതും. പല ആൾക്കാരും നമ്മളെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ വാക്കുകളെല്ലാം അറിയാം, പക്ഷെ ഞങ്ങൾക്ക് എന്തറിയില്ല, ഇതൊക്കെ ഒരു സമയത്ത്, അതായത് ആ ഒരു ടൈമില് ഞങ്ങൾക്ക് നാവിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇംഗ്ലീഷ് എപ്പോഴും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, നമ്മുടെ മദർ ടങ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലാംഗ്വേജ് കുറച്ചും കൂടെ അധിക സമയം ഇരുന്നിട്ട് കേൾക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു നോക്കുകയും ഒക്കെ വേണം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഈ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താവും, ഇത് എൻഡ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും, നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ പ്രാക്ടീസ് വെരി വെൽ. ഓക്കെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡു യു ഹാവ് എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്, ഡസ് ഷീ ഹാവ് എന്നുള്ളതാണ്. എന്താണ് ഡസ് ഷീ ഹാവ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അവളുടെ അടുത്തുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഡു യു ഹാവ് എ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, നിങ്ങളുടെ കയ്യില് മൊബൈൽ ഉണ്ടോ എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, നമുക്ക് ആൻസർ എന്ത് പറയാം, യെസ് ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ്. ഓക്കെ, അപ്പൊ അത് ആ കാര്യം കഴിഞ്ഞു, എനിക്കുണ്ട് അല്ലെങ്കിൽ എനിക്കില്ല, കാര്യം കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് വേറൊരാളുടെ കയ്യിൽ അത് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡസ് ഉപയോഗിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എപ്പോഴും എങ്ങനെയാണ്, ഡസ് ഷീ അല്ലെങ്കിൽ ഡസ് ഹി അല്ലെങ്കിൽ ഡസ് ഇറ്റ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താണ് ഉത്തരമായിട്ട് മീൻസ് ചോദ്യത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചോദിക്കും, ഹാവും കൂടെ ചേർത്ത് ചോദിക്കും. അപ്പൊ സെയിം മീനിങ് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഡസ് ഷീ ഹാവ് എ മൊബൈൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരത്തിൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ 2-3 എക്സാമ്പിൾസും കൂടെ ഞാൻ ഇവിടെ പറയാം. ഡസ് ഷീ ഹാവ് എ മൊബൈൽ, അവൾക്ക് മൊബൈൽ ഉണ്ടോ. ഡസ് ഷീ ഹാവ് an umbrella, അവളുടെ കയ്യിൽ ഒരു അംബ്രല്ല ഉണ്ടോ. ഡസ് ഷീ ഹാവ് എ ചെയിൻ, അവളുടെ കയ്യിൽ ഒരു ചെയിൻ ഉണ്ടോ. ഡസ് ഷീ ഹാവ്, അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അവൾക്കുണ്ടോ. ഇനി ഡസ് ഒരു പേര് വെച്ചിട്ട് നമുക്ക് അവിടെ ചോദിക്കാം. ഡസ് മറിയം ഹാവ്, മറിയം എന്ന് പറഞ്ഞ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ. ഓക്കെ, ഡസ് ഒരു ഏതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഡസ് മുഹമ്മദ് ഹാവ് എ ബൈസൈക്കിൾ, മുഹമ്മദിന്റെ കയ്യിൽ ഒരു ബൈസൈക്കിൾ ഉണ്ടോ, അല്ലെങ്കിൽ മുഹമ്മദിന് ഒരു ബൈസൈക്കിൾ ഉണ്ടോ. ഡസ് അമൃത ഹാവ് എ കാർ, അമൃതയ്ക്ക് ഒരു കാർ ഉണ്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്, ഡസ് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഹി ഷീ ഇറ്റ് എന്നതിന്റെ കൂടെ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഒരു സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഡു യു ഹാവ് ചോദിക്കാം, ഡസ് ഹി ഹാവ് എന്നുള്ളതും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഡു ഉപയോഗിക്കുന്നത് ഐ യു ദേവി, ഡസ് ഉപയോഗിക്കുന്നത് ഹി ഷീ ഇറ്റ് എന്നതിന് കൂടെയാണ്. അപ്പൊ ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അത്രമാത്രം അതൊന്ന് ക്ലിയർ ആയി പോകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നോ അത്രത്തോളമായിരിക്കും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക, നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റുക. ഓക്കെ, ഇനി ഇതിന്റെ ഉത്തരത്തിലാണ് കുറച്ച് മാറ്റമുള്ളത്. അപ്പൊ ഡു യു ഹാവ് എ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എങ്ങനെയാ പറയാ, യെസ് ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ്, അതവിടെ കഴിഞ്ഞു. ഇനി ഡസ് ഷീ ഹാവ് എ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വരുന്നത് എങ്ങനെയാണ്, യെസ് ഷീ ഹാസ്.
അവിടെ ഹാസ് ആണ് വരേണ്ടത്. കാരണം ഹി ഷീ ഇറ്റിന്റെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കുക. പക്ഷെ അവിടെ ഡസ് ഒരു ചോദ്യത്തിൽ വരുന്നത് കൊണ്ട് അതിന്റെ കൂടെ ഹാവ് ആണ് വരുന്നത്. അത് ഒരു റൂളാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ തന്നെ ചില സമയങ്ങളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഇത് എന്താണ്, ഒരു ബന്ധമല്ലല്ലോ ഈ റൂളുകൾ തമ്മിലെന്ന്. പക്ഷെ ചില റൂൾസ് അങ്ങനെയാണ്, നമ്മൾ അത് മനസ്സിലാക്കിയേ പറ്റൂ. ഓക്കെ, അപ്പൊ അതിന്റെ റൂൾ ഇങ്ങനെയാണ് വരുന്നത്. ഡസ് ഷീ ഹാവ് എ മൊബൈൽ? അതിന്റെ ഉത്തരം ഇങ്ങനെ വരും, യെസ് ഷീ ഹാസ്. അല്ലെങ്കിൽ ഓക്കെ, അതിന്റെ പോസിറ്റീവ് ഉത്തരം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, യെസ് ഷീ ഹാസ്. ഓക്കെ, അപ്പൊ ഡസ് ഷീ ഹാവ് എൻ അംബ്രല്ല? യെസ് ഷീ ഹാസ്. ഡസ് ഷീ ഹാവ് എ പെൻ? യെസ് ഷീ ഹാസ്. ഓക്കെ, അപ്പൊ ഹാസ് ആണ് അതിന് ഉത്തരമായിട്ട് വരിക. ഇനി ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ വരും? അത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ക്വസ്റ്റ്യന്റെ പോലെ തന്നെയാണ് നെഗറ്റീവ് ആൻസർ വരിക. നോ ഷീ ഡസന്റ് ഹാവ്. അപ്പൊ നോ ഷീ ഡസന്റ് ഹാസ് അല്ല വരിക, ഹാവ്. ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്രയേ ഉള്ളൂ, ഇതിന്റെ ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ഡസ് ഷീ ഹാവ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരത്തിൽ ഷീ ഹാസ്, അവളുടെ കയ്യിലുണ്ട് എന്ന് പറയും. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയും, നോ ഷീ ഡസന്റ് ഹാവ്. ഓക്കെ, നോ ഷീ ഡസന്റ് ഹാവ് അല്ലെങ്കിൽ നോ ഹി ഡസന്റ് ഹാവ്. അവിടെ ഡസന്റിന്റെ കൂടെ ഹാവ് ആണ് എപ്പോഴും ഉപയോഗിക്കുക. ഒരു സാധനം കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നിർബന്ധമായി വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലാക്കി വെക്കുക, പറ്റുവാണെങ്കിൽ ഒന്ന് എഴുതിയൊക്കെ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് അത് കയറും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ വീഡിയോയിലും, അതായത് എനിക്ക് തോന്നുന്നു ഒരു 2 വീഡിയോസിൽ നമ്മള് ഈ പാസ്റ്റിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെ. കാരണം ഈ സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് നന്നായിട്ട് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക. ഇത് നല്ലൊരു എക്സസൈസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. യെസ്റ്റർഡേ ഐ woke up at 5 o'clock. After that I prayed. Then I brushed my teeth. I washed my face. After that I went to kitchen and I prepared tea and breakfast for my family. അപ്പം രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആക്ടിവിറ്റീസും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഐ read a newspaper, അല്ലെങ്കിൽ I checked the phone, I checked the messages. പിന്നെ നിങ്ങൾ രാവിലെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾക്ക് അവിടെ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പറയാം, after waking up I folded the bed sheet and I just stayed there for 2-3 minutes. I prayed. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വീട്ടിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാ വീഡിയോയിലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതോ എന്തെങ്കിലും ഒന്ന് പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇങ്ങനെ വാക്കുകൾ വരും. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ഐ ക്ലീൻഡ് മൈ ഹൗസ്. അപ്പൊ അന്നൊരു ഹോളിഡേ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്നലെ ഒരു ഹോളിഡേ ആയിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആഫ്റ്റർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ക്ലീൻഡ് മൈ ഹൗസ്. ദെൻ ഐ ഫോൾഡഡ് ദ ബെഡ്ഷീറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ക്ലീനിങ് പേർപ്പസിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പൊ ഐ ഫോൾഡഡ് ദ ബെഡ്ഷീറ്റ്. ദെൻ ഐ സോ എ വാച്ച് ദേർ. അപ്പൊ ഞാൻ അവിടെ എന്താണ് കണ്ടത്? ഒരു വാച്ച് ഞാൻ അവിടെ കണ്ടു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുക കേട്ടോ. I saw a watch there and I understood that was my husband's. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വാച്ച് ആണത്. That was my husband's watch. എന്റെ ഹസ്ബൻഡിന്റെ വാച്ച് ആയിരുന്നു അത്. Okay, suddenly I understood that he hasn't taken this watch. അപ്പൊ പിന്നെയും നമ്മള് വാക്കുകൾ കുറച്ചും കൂടെ കൊടുക്കാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താണ് മനസ്സിലായത്? എന്റെ ഹസ്ബൻഡ് വാച്ച് എടുത്തിട്ടില്ല. He has forgotten it. അദ്ദേഹം അത് മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, he forgot to take his watch. അദ്ദേഹം എന്താണ് ഉണ്ടായത്? അദ്ദേഹം മറന്നുപോയി, വാച്ച് എടുക്കാനായിട്ട് മറന്നുപോയി. Suddenly I called my husband. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചു. I told him that he has forgotten his watch. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? I told him. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ എന്താണ് പറഞ്ഞത്? I told him that he has forgotten his
എന്താണ്? വാച്ച്. അപ്പൊ നമ്മൾ ഈ ഹാസ് എന്നുള്ളത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ മുന്നത്തെ വീഡിയോയില് നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഹി, ഷീ, ഇറ്റ് എന്നതിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാസ് ഉപയോഗിക്കുക. മാത്രമല്ല അതിന്റെ തേർഡ് ഫോം നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് forgotten. ഓക്കെ, forgotten. So he has forgotten his watch. I told him that. ഞാൻ പറഞ്ഞു. അത് past tense ആണ്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയണം. ഞാൻ പറഞ്ഞു. I told him that he has forgotten his watch. നിങ്ങൾ നിങ്ങളുടെ വാച്ച് മറന്നിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ഇൻസിഡൻസ് പറഞ്ഞു നോക്കുക. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയില് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനു ശേഷമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്ലസ് നമ്മൾ സംസാരിക്കുന്ന രീതി എങ്ങനെ വേണം എന്നുള്ള കാര്യം കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കുക. ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ഒന്ന് മൊബൈലിൽ ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊക്കെ ശരിയാവുന്നുണ്ടോ, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാവുന്നുണ്ടോ ഒന്ന് നോക്കുക. ഇങ്ങനെ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക. നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.